ഇത് കണക്കുകളൊന്നും കറക്റ്റായ കാര്യങ്ങളല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് അവരാണിത് ചെയ്യുന്നത് നടക്കത്തില്ല. അത് ഇന്ന ആളൊന്ന് പിടിച്ചിട്ട് പോയി ആരാണെന്ന് അറിയില്ല, അത് വീട്ടിൽ കൊണ്ടുപോയി. ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ 24 പേയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുറുക്കന്മാർക്ക്. നമസ്കാരം, ടു ടി വിയിലേക്ക് സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളിത് മുഴുവൻ കേൾക്കുക, മുഴുവൻ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളിലേക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. വളരെ പ്രാധാന്യമുള്ള കേസ്, വളരെ പ്രാധാന്യമുള്ള വിഷയം. പ്രിയപ്പെട്ട വാബ സുരേഷാണ് കൂടെയുള്ളത്. വാബേ നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം അല്ലേ, വളരെ പ്രാധാന്യമുള്ള കാര്യം, ജനങ്ങൾ കേൾക്കേണ്ട കാര്യം, അറിയേണ്ട കാര്യമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്. വാവേ അറിഞ്ഞു കാണുമല്ലോ, അതെ, പ്രത്യേകിച്ചും വാവയാണ് ആദ്യം അറിയേണ്ടത്. അറിയാം. കേരളത്തിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പ് കടിയേറ്റുള്ള മരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ടി വിയിൽ പറയുന്ന വാർത്തകൾ, സർക്കാർ പറയുന്ന വാർത്തകൾ ശരിയാണോ? എത്ര പേരുടെ മരണമാണ്? സന്തോഷം, വളരെ സന്തോഷം. കാണാൻ കണ്ടതിൽ സന്തോഷം. പരിചയം കുറേ ആയി നമ്മൾ കണ്ടിട്ട് ഇങ്ങനൊരു വാർത്തയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണേ. ഇപ്പോൾ വന്നതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്താ പറയുക, ഇത് കണക്കുകളൊന്നും കറക്റ്റായ കാര്യങ്ങളല്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ 100 പേര് പാമ്പടിയിട്ട് മരണപ്പെടുന്നതിന് തെറ്റാണ്. അല്ലെങ്കിൽ 30 വരുന്ന ഇത് എല്ലാവരും പറഞ്ഞാൽ 30 20 വരുന്നത് ഇതെല്ലാം തെറ്റാണ്. കടിയുടെ എണ്ണമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്. മരണത്തിൻ്റെ സംഖ്യ വളരെ കൂടിയിട്ടുണ്ട്. ഈ വർഷം ഇപ്പോൾ അടുത്ത് തന്നെ ഈ മാസത്തിന് ഈ ഒരു മാസം നമുക്ക് 13ഓളം പേർക്കാണ് ഇപ്പോൾ മരണസംഖ്യ വന്നിട്ടുള്ളത്. ഇത് അറിയുന്നതാണ്. ഇനി അറിയാത്ത എത്ര കടികളുണ്ട്? ഇതിപ്പോൾ നമുക്ക് വാർത്ത ആയതുകൊണ്ടാണ് ഇത്രയും അറിയപ്പെടുന്നത്. ഇല്ല, ഈ വാർത്തയാവാതെ എത്രയോ കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ ഈ വാർത്ത വരാത്തൊരു കുട്ടി കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു. സൈക്കിളിൻ്റെ ഹാൻഡിലിരുന്ന് പാമ്പടിച്ച് മരണപ്പെട്ടു ഒരു 6 മാസങ്ങൾക്ക് മുന്നേ. ഇങ്ങനെ ഒരുപാട് കടികളുണ്ട്. കടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ നമ്മളെ ജനങ്ങളെല്ലാം പേടിച്ചിട്ട് ഇപ്പോൾ ഞാൻ തന്നെ ഇന്ന് സാറിനെ വിളിച്ചിട്ട് സാർ രാവിലെ 8:30 വന്നാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഇപ്പോൾ മണി 1 ആവാൻ പോകുന്നു. എനിക്ക് സാറിൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റാത്തതിന് രാവിലെ ഒരു 7 കോളുകൾ ഞാൻ രാവിലെ അറ്റൻഡ് ചെയ്തു. ചെറിയൊരു പാമ്പ് കടി എന്നത് ചേരയാണ് കടിച്ചത്. അപ്പോൾ വിളിച്ച് കടിയുടെ ലക്ഷം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേരയാണെന്ന് പറഞ്ഞു. അവരുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സാറിന് അറിയാമോ, താലൂക്ക് ഹോസ്പിറ്റലിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ പ്രചരിപ്പിക്കും. വേണ്ട, ഞാൻ വേറൊരു ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ആൻറ്റിവനം എടുക്കുന്നതാണോ ശരി, എടുക്കാത്തതാണോ നല്ലതെന്നാണ്? ഇല്ല, ആൻറ്റിവനം എടുത്തില്ല ആൾ മരിച്ചു പോകും. സാറിന് പറയാമല്ലോ. ഇപ്പം നമുക്ക് ഇപ്പം ചേര കടിച്ചു, ആളിന് ആൻറ്റിവനം കൊടുത്ത സംഭവം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഇവർ പറയുന്നുണ്ട്. ഈ അലർജി അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനാണല്ലോ മരുന്നുകളുള്ളത്. അത് മരുന്നുകൾ അത് ആദ്യം തൊട്ട് ഇപ്പോൾ എനിക്കൊക്കെ അറിയാം. സാറിന് കോട്ടയത്തിലെ കടി മാത്രമല്ല, അത് മാത്രമായിരിക്കും സാർ അറിഞ്ഞിരിക്കുന്നത്. കോട്ടയത്തിന് ശരിക്കും 3 കടിയുടെ ട്രിവാൻഡ്രത്തുനിന്ന് കിട്ടി. ആരും അറിഞ്ഞിട്ടില്ല. ഈ സമയത്തൊക്കെ നമുക്ക് അലർജി ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ആദ്യം നോക്കും. അത് കഴിഞ്ഞ് കാർഡിയാക് അറസ്റ്റ് വരുന്നെങ്കിൽ അതിൻ്റെ അടുത്ത മരുന്ന് നമുക്ക് തരുന്നു. ഇതെല്ലാം നല്ല ഡോക്ടർമാരെ കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ ഒരു എവിടെയെങ്കിലും പേരിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് അവരാണിത് ചെയ്യുന്നത് നടക്കത്തില്ല. അപ്പോൾ ഈയിടെ കഴിഞ്ഞ ദിവസം ഒരുപാട് പേരൊക്കെ പാമ്പടിയേറ്റ് മരിച്ചു. അത് കൂടുതലും ഏത് ഇനത്തിൽപ്പെട്ട പാമ്പാണ്? എല്ലാ തരത്തിലുള്ളതുണ്ട്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ചെറിയ മോനെ കടിച്ചത് മൂർക്കൻ പാമ്പായിരുന്നു. വലിയ മൂർക്കൻ, 6 അടിയിലേറെ നീളമുള്ള മൂർക്കനായിരുന്നു. പക്ഷേ 4 ചുറ്റും വിജനമായ പറമ്പുകളാണ്. അതിൻ്റെ ഇവിടെ തറയിൽ കിടന്ന മോനാണ് ആ മൂർക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടത്. പക്ഷേ ഇവിടെ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ കടിയേറ്റ് മരണപ്പെട്ട് ശങ്കുര എന്നറിയപ്പെടുന്ന, വെള്ളിക്കെട്ട് എന്നറിയപ്പെടുന്ന, ഇന്ത്യൻ കോമൺ ക്രൈറ്റ എന്നറിയപ്പെടുന്ന, കടിച്ചാൽ പല്ലിൻ്റെ പാടുകൾ പോലും അറിയാൻ പറ്റാത്ത, ഉറക്കത്തിലാണെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് വേദന ഒന്നും ഫീൽ ചെയ്യില്ല. വേദന കുറവുമായിരിക്കും. അപ്പോൾ നമുക്ക് അടി വയറ്റിൽ നിന്ന് ഇങ്ങനെ കത്തലുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളറിയുന്നത്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളിന് ഇതൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൂടുതലും ശങ്കുരൻ പാമ്പിൻ്റെ കടി കേട്ടിട്ട് ആൾക്കാർ മരണത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ അണലിയുടെ കടിയേറ്റ് ഇപ്പോൾ സാറിന് ഇപ്പോൾ 1 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ കോരാണിക്കടുത്ത് പട്ടാപ്പകൽ 12 മണിക്ക് മെയിൻ വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോയ അമ്മ, ഫോണിന് സംസാരിച്ച് നടന്നു പോയ അമ്മ അണലിയെ ചവിട്ടി. അണലിയുടെ കടിയേറ്റ് സാറ് പറഞ്ഞതുപോലെ തന്നെ ആൻറ്റിവനം എടുത്തു. വെന്റിലേറ്ററിലായിരുന്നു. 7ാം ദിവസം ഐസിയിൽ മാറി വെന്റിലേറ്ററിൽ നിന്ന് മാറി വാർഡിലേക്ക് വരുന്നു. ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അമ്മയെ വാർഡിലേക്ക് കൊണ്ടുവന്ന് എല്ലാം റിക്കവറായെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ കാണാൻ പോകുന്നു. ഞാൻ കണ്ടോടനെ ഞാൻ പറഞ്ഞ അവരുടെ കൂടെ വന്ന പയ്യനോട് പറഞ്ഞു അമ്മയ്ക്ക് ശരിയായിട്ടില്ല, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഒരു 2:30 മണിയോടെ അമ്മ മരണപ്പെട്ടു. ട്രീറ്റ്മെൻറ്റിൻ്റെ പഴു കൊണ്ടാണെന്ന് റിപ്പോർട്ടുണ്ടോ, മരുന്നിൻ്റെ പ്രശ്നങ്ങളാണെന്ന് റിപ്പോർട്ടുണ്ടോ? പാമ്പ് കടിച്ചു മരിച്ചു. ഇതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊരു പഠനങ്ങളില്ല. ഇതിനെക്കുറിച്ച് നല്ലൊരു പഠനം ഉണ്ടാവേണ്ട സമയമായി. നല്ല പഠനം. അതിന് ഇനി വരുന്ന തലമുറ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ബുദ്ധി മുഴുവനും ഇവിടെ നിന്ന് പഠിച്ചിട്ട് വെളിരാജ്യങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. അവർക്ക് ഇവിടെ എന്താ പറയുക, പഠിക്കാനുള്ള ഇതൊക്കെ റിസർച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പാമ്പടിയിട്ട് ഡെത്ത് ഉണ്ടാവാൻ. ഞാൻ വാവയോട് വളരെ മറ്റൊരു ജനങ്ങളെ പ്രേക്ഷകർ അറിയേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള വെയിലുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ 100% ഇതിനേക്കാളും നല്ല ചൂട്, 36-37 ഡിഗ്രി ചൂട് നമ്മൾ അനുഭവിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അന്ന് പാമ്പ് ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ ഡീറ്റെയിൽസിന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും വലിയ രസകരം എന്ന് ഞാൻ പറയുന്നത് അതിനകത്തൊരു ചില മാധ്യമങ്ങളിൽ കാണിക്കുന്നു, സർക്കാർ കാണിക്കുന്നു. കാരണം കേരളത്തിൽ ചൂട് കൂടിയതുകൊണ്ടാണ് പാമ്പിറങ്ങുന്നത്. കാരണം ഞാൻ അതുകൊണ്ടാണ് ബാബയോട് ചോദിച്ചത്, കേരളത്തിൽ ഇതിനു മുമ്പ് ഇതുപോലെ ചൂടുണ്ടായിട്ടുണ്ട്, അന്നൊന്നും ഇങ്ങനെ പാമ്പ് ഇറങ്ങിയിട്ടില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പക്ഷേ എന്തുകൊണ്ടാണ് പാമ്പ് ഇങ്ങനെ ഇറങ്ങുന്നത്? അതിന് കറക്റ്റായിട്ടൊരു മറുപടി പറയേണ്ടത് വാവാ സുരേഷ് തന്നെയാണ്.
നല്ല കാര്യം, നല്ല ചോദ്യമാണ് സാർ. അതിൽ ഒരുപാട് മറുപടി പറയേണ്ടതുണ്ട്. നമുക്കിപ്പോൾ പാമ്പ് പിടുത്തക്കാർ ഒരു വന്നിട്ട് പേരറിയപ്പെടുന്ന കുറേ പാമ്പ് പിടുത്തക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെവിടെയെങ്കിലും പാമ്പിനെ പിടിച്ച് കഴിഞ്ഞാൽ അത് വനം വകുപ്പിനോട് ഹാജരാക്കുക, അല്ലെങ്കിൽ അവർ വന അതിർത്തിയിൽ കൊണ്ട് തുറന്നു വിടുന്നു. ഇപ്പോൾ ഞാനൊക്കെ പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ എത്തുമ്പോൾ പറയും അത് ഇന്ന ആളൊന്ന് പിടിച്ചിട്ട് പോയി, ആരാണെന്ന് അറിയില്ല, അത് വീട്ടിൽ കൊണ്ടുപോയി മറ്റേ ആളൊന്ന്. അപ്പോൾ വേറെ സ്ഥലത്ത് വരുമ്പോൾ അവിടെ നിന്ന് വേറെ ആളൊന്ന് പിടിക്കും. അപ്പം ഈ ആരാണ് പാമ്പ് പിടുത്തക്കാരെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. ഇവർ പിടിക്കുന്ന സാറിന് അറിയില്ല, നമ്മുടെ ഭാരതത്തിൽ പാമ്പിനെ പിടിക്കുന്നതിൻ്റെ ഒരു പോളിസി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിടിക്കുന്ന പാമ്പിനെ തുറന്നു വിടുന്ന പോളിസി, അതായത് റിലീസിങ് പോളിസി എന്നൊരു സാധനമുണ്ട് ഇന്ത്യയിൽ, ഭാരതത്തിലുണ്ട്. അത് ആകപ്പാടെ നടപ്പിലാക്കി പോകുന്ന ഒറ്റ സംസ്ഥാനമാണ് അത് മഹാരാഷ്ട്ര മാത്രമാണ്. വേറെ ഒരു ഇപ്പോൾ പാമ്പിനെ എവിടെ വിടുന്നു എന്നറിയണ്ടേ? എന്താണ് സിസ്റ്റം, എന്താണ് അവർ ചെയ്യുന്നത്? അത് പിടിക്കുന്ന പാമ്പളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നു, പിടിക്കുന്ന പാമ്പളെ വിടുന്ന പാമ്പളെ രജിസ്റ്റർ ചെയ്യുന്നു, മരിക്കുന്നുണ്ടെങ്കിൽ ആ ഡെത്തായി കൊണ്ടുവരുന്ന സമയത്ത് ഡെത്തായി ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എവിടെ വിട്ടാൽ അപ്പോൾ അവർ ഇന്ന സ്ഥലത്ത് വിട്ടാൽ അത് ജീവിക്കും. അവർക്കൊരു എല്ലാം ടെറിട്ടറിയൽ അല്ലേ. അപ്പോൾ ഇത് മൂർഖൻ പാമ്പിന് ഈ ടെറിട്ടറിയും കൊള്ളാം, അപ്പോൾ അവർ കാട്ടിക്കൊണ്ട് വിടുന്നു. അല്ലെങ്കിൽ അണലിക്ക് ഈ ടെറിട്ടറി അവിടെ വിടുന്നു, രാജവമ്പലിക്ക് ഈ ടെറിട്ടറി അവിടെ വിടുന്നു. ഇപ്പോൾ നടക്കുന്നത് ചില പരാതികളുടെ കൂമ്പാരമാണ്. കാരണം നമ്മുടെ ഈ ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് എന്നെ വിളിച്ചു പറഞ്ഞാൽ സുരേഷ് ഏതാ ഇന്നലെ രാത്രി ഇന്ന ആൾ എൻ്റെ വീട്ടിൻ്റെ ഇന്ന സ്ഥലത്തുകൊണ്ട് പാമ്പിനെ തുറന്നു വിട്ടിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളെ മേക്കിട്ടറാൻ പിന്നെ ഇവിടെ അല്ല പിന്നെ എവിടെ വെള്ളം ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളെ മേക്കിട്ടറാൻ വരുന്നത്, ഇത് കായലല്ലേ പറമ്പല്ലേ എന്ന് പറയുന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സാർ ഇത് വീഡിയോ കാണുന്നവർക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കാട്ടിലാണ് കൊണ്ടുവിടുന്നത്. ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ പാമ്പിന് ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പാമ്പടി കൂടുന്നത്, പാമ്പിൻ്റെ എണ്ണം കൂടുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഞാൻ അടിവരയിട്ട് പറയുന്നത് പാമ്പിൻ്റെ എണ്ണം കൂടാൻ ഒരു സാധ്യതയില്ല. വനംവകുപ്പ് പിടിക്കുന്ന പാമ്പിളെ അവർ റിസ്ക് എടുത്ത് അവരെ കാട്ടിക്കൊണ്ട് അവർ കാട്ടി ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്കില്ലെന്ന് പറയാൻ അവർ കൃത്യമായിട്ട് അവരുടെ വണ്ടികളിൽ അവർ കറക്റ്റായിട്ടൊരു സിസ്റ്റം ഇല്ല. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നേരത്തെ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ സാറിൻ്റെ ഒരു കാര്യം ഞാൻ സാറിന് അറിയാലോ, നമ്മുടെ നാട്ടിൽ കുറുക്കന്മാർ മരണപ്പെട്ടു ഇല്ല എന്ന് പറയുന്നത്. കുറുക്കന്മാർ ഈ കഴിഞ്ഞ 2024 2025 നമ്മുടെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. പഠനത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ കൂടെ അതും കൂടെ അറിയണം. അപ്പോൾ 25 കുറുക്കന്മാരുടെ പോസ്റ്റ്മോർട്ടം നടത്തി. 24 പേയായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. 24 പേയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുറുക്കന്മാർക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ് കാട്ടിലേക്കുള്ള മൃഗങ്ങൾക്ക് ഈ പേ പിടിച്ചുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം എല്ലാം ഇറങ്ങുന്നു. ഇത് പുഴുത്തി വയ്ക്കും, പുറത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർത്ത് നോക്കി, കാരണം നമ്മൾ കാടും നമ്മുടെ കരയും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സാറിൻ്റെ സാറാകുമ്പോൾ അത് സത്യമായിട്ട് അത് പറയും. അതുകൊണ്ട് ഞാൻ പറയും ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊന്നും പഠനങ്ങളില്ല. അപ്പോൾ ഇതൊക്കെ വന്നില്ലെങ്കിൽ ഇതുപോലെയാണ് പാമ്പിൻ്റെ അവസ്ഥ. പാമ്പിൻ്റെ കടിയേറ്റം കൊടുക്കുന്ന മരുന്നിൻ്റെ റീഡെവലപ്പിന് സമയം കഴിഞ്ഞു, അത് ചെയ്യുന്നില്ല. എല്ലാം ജനങ്ങളെല്ലാം ഇങ്ങനെ ഭീതിയിലാണ്. അപ്പോൾ മരുന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ പൊന്നു സാറേ ഞാൻ ഇനിയും പറഞ്ഞു ഇനി വരും ഞാൻ വേറെ കാര്യം എൻ്റെ ഇടയ്ക്ക് ഇടപെടുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞു മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിൽ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് സാധാരണ പ്രേക്ഷകരുടെ കൂട്ടൊരു സംശയമാണ്, അവിടെ കൊടുക്കുന്ന ആൻറ്റിവനോ ഇവിടുത്തെ ആൻറ്റിവനോ സെയിം ആണോ? ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. പക്ഷേ ഇവരുണ്ട്. മഹാരാഷ്ട്രയിലേക്ക് പാമ്പടി കുറവാണ്, ഇവിടെ കർണാടകത്തിൽ പാമ്പടി കുറവാണ്, ഞാൻ അവിടെയൊക്കെ പാമ്പടി കുറവാണ്. അപ്പം എന്തായാലും അവിടെ നടക്കുന്നത് മഹാരാഷ്ട്ര പോലെയുള്ള സ്ഥലങ്ങളിലും ഇവിടുത്തെ ഒരു പാമ്പ് പിടുത്തത്തിൻ്റെ രീതി, ഇല്ലെങ്കിൽ പാമ്പിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ രീതി നമ്മുടെ നാട് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഇവരൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് തോന്നിയിട്ടുള്ളത്? ഒരുപാടുണ്ട് സാർ, ഒരുപാടുണ്ട്. കാരണം ഒന്നാം വെച്ചാൽ പാമ്പ് പിടുത്തം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയുള്ള കാര്യമൊന്നുമല്ല സാർ. ആർക്കും എപ്പോഴും ചെയ്യാമെന്നുള്ള പണ്ട് കാലങ്ങളിൽ വർഷങ്ങളായി നമ്മൾ ആൾക്കാരൊക്കെ പാമ്പിനെ പിടിക്കുന്നുണ്ട്, തുറന്നു വിടുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ചാണെങ്കിൽ അവർ പിടിക്കുന്ന പാമ്പുകളുടെ ഫുൾ ഡാറ്റാസ് അവർക്ക് വിടുന്ന പാമ്പുകളുടെ ഡാറ്റസ് എവിടെ വിട്ടു എന്നുള്ളത് ഡീറ്റെയിൽസ് ഇല്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ കുറേ ആൾക്കാരെ പാമ്പിനെ പിടിക്കാണ്ട് റോഡേ പോണവരൊക്കെ വിളിച്ചിഞ്ഞ് വരും, പാമ്പിനെ തൊട്ടുള്ളൂ പൊക്കോളൂ. പാമ്പിനെ കുറിച്ച് എന്താണെന്ന് അറിയാതെ ഒരു ഗ്രാഹ്യമില്ലാതെ പാമ്പിനെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് നടക്കുന്നു. അതിലുപരി പരിചയമില്ലാത്ത ആൾക്കാർക്ക് പാമ്പിനെ പിടിക്കാൻ പറഞ്ഞങ്ങ് വിടുന്നു. അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എവിടെ കൊണ്ട് വിടുന്നു എന്നൊരു ഡീറ്റെയിൽസ് ഇല്ല. ഇതെല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ട് പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അറിയാം നമുക്കിവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാമ്പടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ റിപ്പോർട്ടില്ല. കാരണം അപൂർവങ്ങൾ. ഞാനിപ്പോൾ മഹാരാഷ്ട്രയിൽ പോയിട്ട് മൊത്തത്തിൽ പാമ്പ് പിടുത്തക്കാരോട്ട് അവിടുത്തെ ക്യാച്ചർമാരോട്ടൊക്കെ സംസാരിച്ച് അവരോടൊക്കെ യാത്രയായിട്ട് വന്നതാണ്. ഇപ്പോൾ കർണാടകത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവിടെ ഇതിൻ്റെ 10% പോലും പാമ്പടി ഇല്ല എന്നുള്ളത്. പാമ്പടി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അതൊന്നും ഡെത്ത് വളരെ അപൂർവമാണ്. പക്ഷേ എന്നാൽ ഇവിടെയുള്ള മെഡിസിൻ തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ട സർക്കാരിനോട് പറയുകയാണ്, ആരോഗ്യവകുപ്പിനോട് പറയുകയാണ്, ഇവിടുത്തെ മാധ്യമങ്ങളോട് പറയുകയാണ്, തെറ്റായ വിവരങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അധികാരിയുമായിട്ട് പറയാൻ കഴിവുള്ള ആളാണ് പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാവ സുരേഷ്. അതായത് നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവൻ്റെ വില, ബന്ധുക്കളുടെ ജീവൻ്റെ വില, നമ്മുടെ മക്കളുടെ ജീവൻ്റെ വില, അതൊക്കെ പ്രാധാന്യം തന്നെയാണ്. എന്തായാലും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാണാം. നന്ദി. നിങ്ങളുടെ സ്വന്തം സൂരജ് വാലാക്കാരൻ, പ്രിയപ്പെട്ട വാവ സുരേഷ്. താങ്ക് യു.